ഇന്ത്യൻ ജനത പാർലമെൻ്ററി വ്യവസ്ഥയെയും ജനാധിപത്യ ഉള്ളടക്കത്തെയും മതനിരപേക്ഷതയെയും ഇന്ത്യൻ ഭരണഘടനയെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിൻ്റെയും സമരത്തിൻ്റെയും ഭാഗമായി അതിവിപുലമായൊരു ഐക്യപ്രസ്ഥാനം രൂപപ്പെടുകയും അടിയന്തരാവസ്ഥ VMS ചൂണ്ടിക്കാണിച്ചതുപോലെ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നാണ് ഈ കേരളം ഇന്ത്യയും മുഴുവൻ ആർത്ത് വിളിച്ച അന്നത്തെ മുദ്രാവാക്യം. അടിയന്തരാവസ്ഥ കൈവരുത്തി എന്ന പ്രഖ്യാപനം വന്ന ദിവസം തിരുവനന്തപുരത്ത് VMS നടത്തിയ അതിശക്തമത്തായ ഒരു പ്രതിഷേധത്തിൻ്റെയും വലിയൊരു ജനകീയ മുന്നേറ്റത്തിൻ്റെയും ഭാഗമായിട്ട് ഒത്തുചേർന്ന ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നടത്തിയ 10,000-കണക്കിന് ആളുകളുടെ സമ്മേളനത്തിലാണ് VMS അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം രാജ്യത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. അത് പ്രാവർത്തികമായി. അതാണ് 1977 മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും പരിപൂർണമായിട്ട് തോറ്റ് ഒരു പുതിയ ഭരണ സംവിധാനം ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിട്ട് വരുന്ന പുതിയ സാഹചര്യം രൂപപ്പെട്ടു.